അപ്പോൾ ഹലോ ഗായ്സ്, ബ്ലാസ്റ്റേഴ്സ് ഫയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് മുന്നേ നമ്മളൊരു അപ്ഡേറ്റാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ അതിന് മുന്നേ എല്ലാവരും ഈ ചാനലൊന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എന്നാൽ നമുക്ക് അപ്ഡേറ്റിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇതാ ഒഡീഷ ലൊബേറനെ സാക്ക് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് മീഡിയ ചെയ്തൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. സോ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലൊബേറ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടെന്നെ അറിയാം. സത്യം പറഞ്ഞാൽ ഒഡീഷയിൽ ലൊബേറയ്ക്ക് 2026 വരെ കോൺട്രാക്റ്റ് ഉണ്ട്. പക്ഷേ ഈ സീസണിലെ ലൊബേറയുടെ പെർഫോമൻസ് ഒന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ലൊബേറക്കൊന്നും മിന്നാനൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും. സോ ലൊബേറ ഏറെക്കുറെ സാക്കായി കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ എന്തൊക്കെയോ മാനേജ്മെൻറ്റായിട്ട് ഒഡീഷ മാനേജ്മെൻറ്റുമായിട്ട് ഒരുപാട് തർക്കത്തിലാണ് നമ്മുടെ സെർജിയോ ലൊബേറ എന്ന് നേരത്തെ തന്നെ റൂമറുകളൊക്കെ ഉണ്ട്. റൂമറുകളല്ല, ഉള്ള കാര്യമാണ്. കാരണം അഹമ്മദ് ജാവു പോലുള്ള മെയിൻ കീ പ്ലേയേഴ്സ് ടീം വിട്ട് പോയി. അതുകൊണ്ട് തന്നെ ഒഡീഷ എഫ് സിയിൽ എന്തായാലും ഇനി ലൊബേറ തുടരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒന്നാമത് ലൊബേറയുടെ പ്രിയ ശിഷ്യനില്ല. ക്യൂബ തോമസും അടുത്ത സീസൺ ടീം വിട്ടേക്കും. സോ ലൊബേറ എന്ന് പറയുന്ന ആളുടെ പതനമാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുകയെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ നോക്കുകയാണെങ്കിൽ ISL മുംബൈ സിറ്റിയിൽ ISL ലീഗ് ഷീൽഡും, ഗോവയിലും ലീഗ് ഷീൽഡും, അതുപോലെ തന്നെ മുംബൈ സിറ്റിയിൽ ഒരു ISL കപ്പും അടക്കം എടുത്തൊരു കോച്ചാണ്. മാത്രമല്ല FC ഗോവയിൽ സൂപ്പർ കപ്പും എടുത്തിട്ടുണ്ട്. സോ അങ്ങനെ ഒരു സക്സസ്ഫുൾ ഇന്ത്യൻ ISL ഹിസ്റ്ററിയിൽ എന്നൊരു സക്സസ് കോച്ചാണ്. എന്നാലും അത്ര വലിയ സക്സസ് ഒന്നും ഞാൻ പറയില്ല. കാരണം നമ്മുടെ ഇവാൻ വുക്കോമനോവിച്ച് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ അത്രയും ഒരു സക്സസ്സും ഇല്ല. ഞാൻ പറയുന്ന വാക്കാണ്. ഇവാൻ വുക്കോമനോവിച്ച് എന്ന് പറയുന്നത് നമ്മൾ ഒന്നും അല്ലാതിരുന്ന ഒരു ടീമിനെ എവിടെയെങ്കിലും എത്തിച്ച ഫൈനൽ വരെ, അഥവാ 10ാം സ്ഥാനത്തിരുന്ന ഒരു ടീമിനെ 2020-21 സീസണിൽ 10ാം സ്ഥാനത്തിരുന്ന ടീമിനെ 2021-22 സീസണിൽ ഫൈനൽ വരെ എത്തിച്ച ആളെ പേരാണ് ഇവാൻ വുക്കോമനോവിച്ച്. അവിടെ നിന്ന് 3 തവണയാണ് പ്ലേ ഓഫുകൾ എത്തിച്ചത്. അതും ഒരു വിഡ്ഡി സ്ക്വാഡ് വെച്ചിട്ട്, ഇഞ്ചുറി സ്ക്വാഡ് വെച്ചിട്ടാണ് അങ്ങനെ എത്തിച്ചത്. നമ്മളിപ്പോൾ ഒഡീഷയിൽ സെർജിയോ ലൊബേറൻ്റെയൊക്കെ കാര്യം നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്ററാണ്, ഫാർ ബെറ്ററാണ്. ലൊബേറയ്ക്കാണ് ഇവിടെ മൊർത്തോഡഫോണിനെ പോലെ മികച്ച താരങ്ങളുണ്ട്. മാത്രമല്ല ഇഞ്ചുറികൾ ഇച്ചിരി കുറവാണ്. റോയ് കൃഷ്ണ പോലുള്ള പ്ലെയറിന് ഇഞ്ചുറി പറ്റിയെന്നല്ലാതെ അതൊക്കെ നമ്മൾക്ക് നോക്കാൻ ഡിമിത്രോസിന് ഇഞ്ചുറി, അഡ്രിയൻ ലൂണക്ക് ഇഞ്ചുറി, ഡിമിത്രോസിന് ഇഞ്ചുറി, പെപ്രക്ക് ഇഞ്ചുറി, ഇങ്ങനെ വന്ന സമയത്തൊക്കെ ടീമിനെ മുന്നിൽ നിന്ന് അയച്ച് അവിടെയും പ്ലേ ഓഫ് വരെ എത്തിച്ച്. മാത്രമല്ല ഒഡീഷയായിട്ടായിരുന്നു അന്നത്തെ മാച്ച്. അതിൽ നമ്മൾ 2-1 ഞാൻ കളി കണ്ടിട്ടുണ്ട്. ഫെദോർ സെർണിച്ചാണ് നമ്മൾക്കായിട്ട് ആദ്യം തന്നെ ഗോൾ അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നില്ല, ഞാൻ ആ മത്സരം തോൽക്കുന്ന എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ മത്സരം തോറ്റു. പക്ഷേ ഫസ്റ്റ് ആ ഗോൾ അടിച്ചപ്പം വലിയ ആഘോഷമായിരുന്നു. പിന്നെ ഒരു 88ാം മിനിറ്റിലാണ് ഡീഗോ മൊറീഷ്യൻ്റെ ഒരു ഗോള്. നെഞ്ച് പിളർന്നു എന്നാണ് പറയേണ്ടത്. ഒരു 1-1 സമനില. പിന്നെ എക്സ്ട്രാ ടൈമിലൊരു ഗോളും കൂടി വീണ് നമ്മൾ തരിപ്പണമായിപ്പോയി. ഞാൻ എക്സ്പെക്റ്റഡ് തോൽവി തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്നേരം സെർജിയോ ലൊബേറയേക്കാൾ ബെറ്ററാണ് നമ്മുടെ ഇവാൻ വുക്കോമനോവിച്ച്. സോ ഇവാൻ വുക്കോമനോവിച്ച് തന്നെ വരണതാണ് നല്ലത്. എന്നാൽ നമ്മളെ മാനേജ്മെൻറ്റ് അതിന് സമ്മതിക്കുമെന്ന് അറിയില്ല. ലൊബേറയാണിട്ട് ഒരു സാക്ക്ഡ് കോച്ചാകാൻ പോവുകയാണ്. അവരുടെ ഇതിനു മുന്നേ ഗോവയിലും സാക്കായിട്ടുണ്ട്. പക്ഷെ അത്ര മോശം പെർഫോമൻസ് ഒന്നും എടുത്തിട്ടില്ല. നിങ്ങൾ നോക്കുക, ഇപ്പം എന്തായാലും ലൊബേറ സാക്കാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം മുംബൈ സിറ്റി കേരള ബ്ലാസ്റ്റേഴ്സിനെ എന്തായാലും തോൽപ്പിക്കും. സോ അതോടുകൂടി മുംബൈ സിറ്റി എന്തായാലും കയറും, അടുത്ത റൗണ്ടിലേക്ക്, പ്ലേ ഓഫിലേക്ക് കയറും. അപ്പം തന്നെ ഒഡീഷയ്ക്ക് ഭയങ്കര ചെറിയ ചാൻസാണ്. സോ ഈ സീസണ് ഒഡീഷ പുറത്തായാൽ തന്നെ ലൊബേറ പുറത്തായി എന്ന് തന്നെ പറയേണ്ടി വരും. ലൊബേറയ്ക്ക് നിലവിൽ മാനേജ്മെൻറ്റായിട്ട് തുടരാൻ താല്പര്യം. ഇനിയിപ്പോൾ ഒഡീഷ പോയി ചെന്ന് കപ്പടിച്ചാൽ പോലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഒഡീഷയുടെ മാനേജ്മെൻറ്റായിട്ട് നിലവിൽ വേർപിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ലൊബേറ. ആ ഒരു രീതിയിൽ പ്രശ്നമുണ്ട്. കാരണം മികച്ചൊരു താരം ഇറങ്ങിപ്പോയി, അഹമ്മദ് ജാവുവിനെ പോലെ ഉള്ളൊരു പ്ലെയർ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പം എനിക്ക് തോന്നുന്നുണ്ടോ ലൊബേറ ഒഡീഷയെ തന്നെ തുടരുന്നു? എനിക്ക് തോന്നുന്നില്ല. ഇനി മിക്കവാറും വേറെ ക്ലബ്ബ്, കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുറത്തുള്ള ക്ലബ്ബിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വേറെ ഏതെങ്കിലും ക്ലബ്ബിൽ പരിശീലിപ്പിക്കാൻ നല്ല രീതിക്ക് ഞാൻ ചാൻസ് കാണുന്നുണ്ട്. എന്നിട്ട് അടുത്ത സീസൺ ഒഡീഷയിൽ ഈ മനുഷ്യൻ ഉണ്ടാവും, സെർജിയോ ലൊബേറ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് സാക്ക്ഡ് കോച്ചുകളുടെ തറവാടാണെന്ന്. മിക്കാൽ സ്റ്റെഹറയെ പോലെ അവിടെ നിന്നേ അടിച്ച് പുറത്താക്കിയതാണ് മിക്കാൽ സ്റ്റെഹറിനെ. അതധികം മനസ്സിലാക്കണം. അതിന് പകരം ഒരു പ്രൊമോഷൻ കിട്ടി വന്ന ടീമിനെ നശിപ്പിച്ച മനുഷ്യനായിരുന്നു മിക്കാൽ സ്റ്റെഹറെ. സോ പുതിയൊരു കോച്ചിനെ വന്നിട്ടാണ് ആ ക്ലബ്ബ് പിന്നെ ശരിയായത്. അതിപ്പം നമ്മൾ ഇതിലേക്ക് ചോദിച്ചാൽ മനസ്സിലാവും, ഏഷ്യൻ ഫുട്ബോളാണ്
അവരുടെയൊക്കെ വീഡിയോസിൽ വെച്ചാൽ ഈ മൈക്കൽ സ്റ്റെയർ ടീം വിട്ടപ്പോൾ ഒരുപാട് പേര് പടക്കം പൊട്ടിച്ച് ഇവർ ആഘോഷിച്ചാണ്. ലൊബേറ അങ്ങനെയാണെന്നല്ല, ലൊബേറ നല്ല സക്സസ്സുള്ള കോച്ചാണ്. പക്ഷേ ഇവാൻ ആശാനേക്കാളും ബെറ്ററാണെന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത്. ഇവാൻ ആശാനെ ഈ സ്ക്വാഡൊന്നും വെച്ചിട്ട് ലൊബേറക്ക് ഒരു തേങ്ങയും ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ഇഞ്ചുറി ഉള്ള ഒരു ടീമിനെ വെച്ച് എവിടെയും എത്താൻ ലൊബേറക്ക് കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കാൻ, മികച്ചൊരു സ്ക്വാഡ് കൊടുക്കാതെ ഒരിക്കലും കഴിയില്ല. അവിടെയാണ് നമ്മൾ ഇവാൻ മുക്കോമനെ വെച്ചിട്ട് നമ്മളെല്ലാവരും മിസ് ചെയ്യുന്നത്. ഇവാൻ ആശാൻ ഉണ്ടായിരുന്നെങ്കിൽ, ഇവാൻ ആശാൻ തുടർച്ചയായി 3 പ്ലേ ഓഫ്, ഇപ്പം എന്തായി ഒരു സംതിങ് ന്യൂ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ കോച്ച് വന്ന് ആ കോച്ച് സാക്കായി, ഈ സീസൺ തന്നെ ഔട്ടായി. ഇവിടെയാണ് ഇവാൻ ആശാൻ ഇത് നമുക്ക് കിട്ടണം. കാരണം മാനേജ്മെൻറ്റ് മനസ്സിലാക്കണം. എൻ്റെ ഇവാൻ ആശാനെ തിരിച്ചു കൊണ്ടുവരണം, അതാദ്യം ചെയ്യണം. ഇനിയിപ്പോൾ അഡ്രിയൻ ലൂണനെ എടുത്ത് കളയാൻ നിൽക്കുന്നു എന്നൊക്കെ വാർത്ത വരുന്നത്. ഞാൻ അതും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനേക്കാളും ഫ്ലോപ്പ് പ്ലെയറിനെ കൊണ്ടുവരും, പൊട്ടും. ഇത്രേ ഉള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ് ഫെയിലിയർ ടീം. ശരി, ബൈ.